കഴിഞ്ഞ റമദാനിൽ നഷ്ടപ്പെട്ടു പോയ ഒരൊറ്റ നോമ്പും ബാക്കി വെക്കല്ലേ ഉമ്മ. അതുകൊണ്ടാണല്ലോ ഫിഖ്ഹിന്റെ പണ്ഡിതന്മാര് പറഞ്ഞില്ലേ, ഒരു റമദാനിലെ നോമ്പ്, ആ നോമ്പ് വല്ല കാരണമുണ്ടായിട്ട് നഷ്ടപ്പെട്ടാൽ എങ്കിൽ ആ നോമ്പ് ഖളാ വീട്ടണോ. എപ്പ ഖളാ വീട്ടണോ? അതേ അടുത്ത റമദാനിന്റെ മുമ്പായി തന്നെ ഖളാ വീട്ടണോ. ഇനി ഒരു കാരണവുമില്ലാതെ വെറുതെ നഷ്ടപ്പെടുത്തിയതാണോ എന്നാൽ അതേ ലസിമഉൽ ഖളാഉ ഫൗറൻ, പെട്ടെന്ന് തന്നെ ഖളാ വീട്ടൽ നിർബന്ധമാണ്. അടുത്ത റമദാൻ വരെ പിന്തിപ്പിക്കാൻ പറ്റൂല. അതേ സമയത്ത് വല്ല കാരണങ്ങളോടുകൂടെയാണോ നോമ്പ് ഖളാ ആയത് എന്നാൽ അടുത്ത റമദാനിന് മുമ്പായി ഖളാ വീട്ടണോ. അടുത്ത റമദാൻ ആയിട്ടും ഖളാ വീട്ടിയില്ല, ഇനിയും 10 നോമ്പ് ബാക്കിയാണ്. അപ്പോഴേക്ക് റമദാൻ വന്നു കഴിഞ്ഞു. ഈ റമദാനിൽ കഴിഞ്ഞ റമദാനിന്റെ നോമ്പ് പിടിക്കാൻ പറ്റൂല. അത് ഈ റമദാനിന്റെ നോമ്പ് തന്നെ പിടിക്കാനില്ലേ. അപ്പൊ കഴിഞ്ഞ റമദാനിന്റെ 10 നോമ്പ് ഖളാ വീട്ടിട്ടില്ലല്ലേ, ബാക്കിയാണല്ലോ. അവിടെ മഹാന്മാരായ പണ്ഡിതന്മാര് പറഞ്ഞു, ലസിമഹു മഅൽ ഖളാഇ മുദ്ദുൻ ലികുല്ലി യൗമി. ആ കഴിഞ്ഞ റമദാനിന്റെ നോമ്പ് ഖളാ വീട്ടലോടുകൂടെ അടുത്ത റമദാൻ എത്തി. പിന്തിപ്പിച്ചു, ഒരു കാരണവുമില്ല, അങ്ങനെയാണ് പിന്തിപ്പിച്ചത്. അടുത്ത റമദാൻ എത്തിയാൽ കഴിഞ്ഞ റമദാനിൽ നഷ്ടപ്പെട്ടു പോയ ഓരോ നോമ്പിന് ഓരോ മുദ്ദു കൊടുക്കൽ നിർബന്ധമാണ്. കേവലം മുദ്ദു കൊടുത്തത് കൊണ്ട് മാത്രമായില്ല, ലസിമഹു മഅൽ ഖളാഇ, ആ നോമ്പ് ഖളാ വീട്ടുന്നതോടൊപ്പം അരി കൊടുക്കണോ, മുദ്ദു കൊടുക്കണോ. അങ്ങനെയാണ് മസല പറയുന്നത്. ഡിഗ്രിക്ക് പഠിക്കണ ചില പെൺകുട്ടികളൊക്കെ ഉണ്ട്, അവർക്കിപ്പോ നോമ്പ് പിടിക്കാനൊന്നും കഴിയുന്നില്ല, മുദ്ദന്നെ കൊടുത്തോണ്ടിരിക്കുന്നേ. ബാപ്പാന്റെ അടുത്ത് പൈസ ഉണ്ടെങ്കിലല്ലേ, അരി കൊടുക്കാനുള്ള പൈസ ഉണ്ടെങ്കിലല്ലോ. അപ്പൊ അടുത്ത റമദാൻ വന്നെങ്കിൽ 2 മുദ്ദു കൊടുക്കാം, ഒരു നോമ്പുക്ക് 2 മുദ്ദു. അതിന്റെ പിന്നത്തെ റമദാന് 3 മുദ്ദു, ഒരു നോമ്പുകു. പിന്നത്തെ റമദാന് ഒരു മുദ്ദുക്ക് 4 നോമ്പു, അല്ല ഒരു നോമ്പുകു 4 മുദ്ദു. പിന്നെ അങ്ങനെ എത്ര കൂടത്ര മസാല ശരിക്കും പഠിച്ചു വെച്ചിക്കണേ. ഇത് പഠിച്ചിട്ടില്ല, ഏത് ഖളാ വീട്ടണോന്ന് പഠിച്ചിട്ടില്ല ഉമ്മ. ഇമാമിങ്ങൾ പറഞ്ഞു, അങ്ങനെ നിങ്ങൾ ഖളാ വീട്ടാതെ കാലി മുദ്ദ് 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 അറിയിങ്ങനെ കൊടുത്ത് കഴിഞ്ഞുകൂടി ഖളാ വീട്ടിയില്ലെങ്കിൽ അസിമാ, അവൻ കുറ്റക്കാരിയാൽ, അവൾ റബ്ബിന്റെ അരികിൽ കുറ്റക്കാരിയാൽ, അവൾ തെറ്റ് ചെയ്തവളാണ്. ആ നോമ്പ് ബാക്കി വെച്ചിട്ട് നിങ്ങൾ മരിച്ചാൽ നിങ്ങളും നോമ്പ് കടക്കാരായിട്ട് മരിച്ചവരാണ്. എന്തെങ്കിലും ഒരു കാരണമുണ്ടെങ്കിൽ വേറെ, ഇത് ഒരു കാരണവുമില്ലാതെ നോമ്പ് ബാക്കി വെക്കല്ലേ ഉമ്മമാരെ. അതുകൊണ്ടാണല്ലോ റമദാനിൽ ഗർഭിണികളായവരുണ്ടാകും. റമദാനിൽ ഗർഭിണികളായ, കഴിഞ്ഞ റമദാനിൽ ഗർഭിണികളായ സ്ത്രീകൾ ഉണ്ടാകും. അവർ റമദാനിൽ പെറ്റിട്ടില്ല, പ്രസവിച്ചിട്ടില്ല. ഗർഭിണിയായത് റമദാനിലാണ്, പ്രസവിക്കുന്നത് റമദാനിന് ശേഷമാണ്. എന്നാൽ ഉമ്മ, അവിടെ പണ്ഡിതന്മാർ പറഞ്ഞു, ഉസ്താദ് ഞാൻ നോമ്പില് കർപ്പുഞ്ചായിട്ടുണ്ടായിനെ. ഒക്കൂ കുറച്ച് നോമ്പല്ല ബാക്കി ഉണ്ടായിന് ഉസ്താദ്, ഒക്കൂ. അതിന് ഞാൻ മുദ്ദു കൊടുത്തോണ്ട് ഉസ്താദ്, മുദ്ദു കറക്റ്റ് കൊടുത്തോണ്ട്, മരുന്ന് കഴിച്ചോണ്ട് എന്ന് പറയും പോലെ, മരുന്ന് കഴിച്ചോണ്ട് പറയുമ്പോൾ മുദ്ദു കൊടുക്കണം. ഇമാമിങ്ങൾ കിതാബിൽ പറഞ്ഞു, ഒറ്റക്കാരും പറഞ്ഞ് ഞാൻ എന്റെ വേല നിർത്താൻ. ഇമാമിങ്ങൾ കിതാബിൽ പറഞ്ഞു, ഒരു ഗർഭിണിയായ ഒരു സ്ത്രീ റമദാനിലെ നോമ്പ് നഷ്ടപ്പെടുത്തി. അവൾ നഷ്ടപ്പെടുത്തുമ്പോൾ എന്തുകൊണ്ടാണ് നഷ്ടപ്പെടുത്തിയതെന്ന് നോക്കണം. അവിടെ അവളുടെ സ്വന്തം ആരോഗ്യത്തെ ഓർത്തിട്ടാണോ നഷ്ടപ്പെടുത്തിയത്? എന്നാൽ അവൾ ആ നോമ്പ് ഖളാ വീട്ടിയാ മതി, മുദ്ദു കൊടുക്കണ്ട. അതേ സമയത്ത് ഓളെ ശരീരം പേടിച്ചിട്ടല്ല, ഓള് ഗർഭിണിയല്ലേ, ഓളെ ഗർഭപാത്രത്തിൽ കുഞ്ഞുണ്ടല്ലേ, ആ കുഞ്ഞിനെ പേടിച്ചിട്ട്, കുഞ്ഞിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടാവോ എന്ന് പേടിച്ചിട്ട്, കാരണം ഇത് ഒരു തടിയല്ലല്ലേ 2 തടിയല്ലേ, നോമ്പ് പിടിച്ചെങ്കിൽ എഫക്ട് ആവോ എന്ന് പേടിച്ചിട്ട്, അങ്ങനെ പേടിച്ചിട്ട് റമദാനിൽ നോമ്പ് നോക്കാത്തതാണോ? എന്നാൽ ആ നോമ്പ് പിന്നെ ഖളാ വീട്ടുകയും വേണം.
അതോടൊപ്പം സ്വന്തം കുട്ടിയുടെ മേൽ പേടിച്ചിട്ട് നോമ്പ് മുറിച്ചതുകൊണ്ട് ഒരു മുദ്ദ് ഓരോ ദിവസത്തിന് കൊടുക്കണം, അരി കൊടുക്കണം. ഓരോ ദിവസത്തിന് ഓരോ മുദ്ദ് അരി കൊടുക്കണം. അത് ഇമാമിയങ്ങൾ കിതാബിൽ പറഞ്ഞു. ഇത് നമ്മുടെ സമുദായത്തിൽപ്പെട്ട എത്രയോ സഹോദരിമാര് ചിന്തിക്കാതെ പോവാണ്. ഏതുപോലെ ഒരു രക്തം കണ്ടാ മതി ചില പെണ്ണുങ്ങളെ വിചാരോ, ചില സ്ത്രീകളെ വിചാരോ. ഞാനിത് സ്ത്രീകളുള്ള സദസ്സായതുകൊണ്ട് അവരുമായി ബന്ധപ്പെട്ട ഒറ്റ മസല പറയാണ്. ചോര കണ്ടാ മതി, രക്തം കണ്ടാ മതി, ബ്ലഡ് കണ്ടാ മതി, പിന്നെ പറയുന്ന എനിക്ക് നിസ്കാരമില്ല, എനിക്ക് ലീവ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറയുന്നത്. ലീവ് അങ്ങനെ പറയണ ലീവാണ് ഉമ്മ, ലീവ് തന്നെയാണ്. നിസ്കരിക്കാൻ പാടില്ല, നിസ്കരിക്കാൻ ഹറാമാണ്. ഹറാമാണെന്ന് മാത്രമല്ല, ആ സമയത്തുള്ള നിസ്കാരം ഖലാവില്ല. നോമ്പാണെങ്കിൽ കലാം വീട്ടണോ, നിസ്കാരം കലാം വീട്ടാനില്ല. എങ്കില് കേവലം രക്തം കണ്ടത് കൊണ്ട് മാത്രം എന്റെ നിസ്കാരം കഴിഞ്ഞു എന്ന് പറയാൻ പറ്റുക, എനിക്ക് ലീവാണെന്ന് പറയാൻ പറ്റുക? പറ്റൂല. രണ്ട് രക്താണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നിസ്കാരത്തിന് ലീവ്. അതിൽ ഒന്ന് ഹൈല്, ഒന്ന് നിഫാസ്. ഹൈല് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൈല് എന്ന് പറഞ്ഞാൽ ഒരു പെണ്ണിന്റെ ഗർഭാശയത്തിന്റെ അങ്ങേ അറ്റത്തിൽ നിന്ന് ഫി ഔഖാത്തി മഖ്സൂസ, ചില പ്രത്യേകമായ സമയങ്ങളിൽ. എപ്പോ ഉണ്ടാവൂല, അത് എപ്പം കണ്ടാൽ എനിക്ക് എപ്പം അങ്ങനെ അങ്ങനെ അത് എപ്പോ അങ്ങനെ ആയാലും ഇതാവൂല. ചില പ്രത്യേകമായ സമയങ്ങളിൽ ഒരു പെണ്ണിന്റെ ഗർഭപാത്രത്തിന്റെ അങ്ങേ അറ്റത്തിൽ നിന്ന് പുറപ്പെടുന്ന ദമുൻ ജിബില്ലത്തുൻ, പ്രകൃതിപരമായ ഒരു രക്തം, ആ രക്തത്തിനാണ് ഹൈദ് എന്ന് പറയാം. അത് ഒരു പെണ്ണിന് എപ്പോ ഉണ്ടാവും അറിയോ? എപ്പോ ഉണ്ടാവും? ഇമാമിങ്ങൾ കിതാബിൽ പറഞ്ഞു 9 വയസ്സ് പൂർത്തിയായാൽ സാധാരണഗതിയിൽ മിനിമം ചുരുങ്ങിയത്, എല്ലാവർക്കും 9 വയസ്സ് പൂർത്തിയായ ഉടനെ ഉണ്ടാവണമെന്നില്ല അമ്മ, പക്ഷെ ചുരുങ്ങിയത് അവിടുന്ന് തുടങ്ങാം, അതിന് മുമ്പ് ഉണ്ടാവില്ല. അതേ സമയത്ത് 9 മാസം പൂർത്തിയാകുന്നതിന്റെ 16 ദിവസം മുമ്പ് കണ്ടു. 9 ദിവസം പൂർത്തിയായിട്ടില്ല, അതിനൊരു 16 ദിവസം ബാക്കിയുണ്ട്. എന്നാലും അത് ഹൈദ് തന്നെ, അത് മെൻസസ് തന്നെ, അത് ആർത്തവം തന്നെ എന്ന് ഇമാമിയങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അത് തുടങ്ങിയാൽ ചുരുങ്ങിയത് ഒരു പകലും ഒരു രാത്രി ഉണ്ടാവും. അങ്ങനെ സാധാരണഗതിയിൽ 6-7 ദിവസം ഉണ്ടാവും. അങ്ങനെയാണ് ഒരാഴ്ച എന്ന് പറയുന്നത്, 6-7 ദിവസം. അധികരിച്ചാൽ 15 ദിവസം ഉണ്ടാവും. അതിനാണ് ഹൈദ് എന്ന് പറയാ. നിഫാസ് എന്ന് പറഞ്ഞാൽ പിന്നെ പ്രസവത്തിന് ശേഷം പുറപ്പെടുന്ന, പ്രസവത്തോടെ കൂടെ പുറപ്പെടുന്ന രക്താണ്. അതും ചുരുങ്ങിയത് ഒരു ചെറിയ സമയമാണ്, ഏറ്റവും ചുരുങ്ങിയത് കുറച്ച് ചെറിയ സമയം. സാധാരണഗതിയിൽ 40 ദിവസം. ചില സ്ത്രീകൾ 40 ദിവസം ആകുമ്പോഴേക്ക് എന്നെ കുളിക്കും. അത് അവർക്ക് ആ രക്തം നിന്നതുകൊണ്ടാണ്. എന്നാ ചില പെണ്ണുങ്ങൾ വേറൊരു പെണ്ണിനോട് പോയി ചോദിക്കും, നീ എപ്പ കുളിച്ചിനെ? ഞാൻ ചോദിക്കും, നീ പെറ്റിട്ടല്ലായി പിന്നെ എപ്പ കുളിച്ചിനെ? ഞാൻ 40 എന്നെ കുളിച്ചിനെ. ഓക്കെ, അങ്ങനെ ഞാനും 40 എന്നെ കുളിക്കാം. ഇതെന്താ അങ്ങനെ 40 കുളിക്കാന്ന് പറഞ്ഞാൽ അങ്ങനെ നേർച്ചാക്കാൻ പറ്റിയ വിഷയമല്ല. സാധാരണഗതിയിൽ 40 ദിവസമാണെന്ന് പറയുന്നതുകൊണ്ട് ചില ആളുകൾക്ക് 40 നിൽക്കും. അധികരിച്ചതും 60 ദിവസം വരെ ചിലപ്പോൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അത് ഓരോരുത്തരുടെ അവരെ പ്രകൃതി അനുസരിച്ചാണ്. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു തന്നത്, ഈ സമയത്തുള്ള രക്തമല്ലാത്ത രക്തത്തിന് ഹൈലെന്ന് പറയില്ല. ഇതുപോലെ നിഫാസ്, പ്രസവരക്തം എന്ന് പറയില്ല. അതിന് അറബി ഭാഷയിൽ പറയുന്ന ഒരു പേരുണ്ട്, ഇസ്തിഹാദത്ത് എന്നാണ്. അതിന് മലയാളത്തിൽ ചൊല്ല ഒരു പേരുണ്ട്, അതേ രോഗത്തിന്റെ രക്തം എന്നാണ്. അതേ ബ്ലഡ് ഓഫ് ഡിസീസ്, രോഗത്തിന്റെ രക്തമാണത്. ആ രക്തം പുറപ്പെടുന്ന സമയത്ത് നിങ്ങൾക്ക് നിസ്കരിക്കാൻ ലീവില്ല, നിസ്കരിക്കാൻ റജയില്ല. ആ രക്തം കണ്ടാലും നിങ്ങൾ നിസ്കരിക്കണോ? എങ്ങനെ നിസ്കരിക്കണോ? ഇനി ഞാൻ പറയുന്ന കോലത്തിൽ നിസ്കരിക്കണോ? എങ്ങനെങ്കിലും തട്ടിട്ട് മുട്ടിട്ട് ഒപ്പിച്ചിട്ട് പോകാൻ പറ്റൂല. ഇത് ദുനിയാവിന്റെ കാര്യമല്ല, ആഖിറത്തിന്റെ കാര്യമാണ്. ഇത്ര സ്ത്രീകൾ ഇവിടെ ഒരുമിച്ച് കൂടിയിട്ട് ഞാൻ നിങ്ങൾ അറിയേണ്ട ആ മസാല പറയാതെ പോയാൽ പടച്ച റബ്ബ് എന്നോട് നാളെ റബ്ബിന്റെ കോടതിയിൽ ചോദിക്കില്ലേ? ഇത്രയും സ്ത്രീകൾ ഉണ്ടായിട്ട് അവരുടെ ഫിഖ്ഹിന്റെ 1-2 മസാലകൾ പറഞ്ഞു കൊടുക്കാൻ നിനക്ക് എന്തേ തോന്നാത്തതെന്ന് ചോദിക്കില്ലേ? അങ്ങനെയുള്ള രക്തം, രോഗത്തിന്റെ രക്തം കണ്ടാൽ അവിടെ മഹാന്മാര് പറഞ്ഞു, നിങ്ങൾ ബാങ്ക് കൊടുക്കുന്നത് കാത്തിരിക്കണോ? ബാങ്ക് കൊടുക്കുന്നത് കാത്തിരിക്കണോ? ബാങ്ക് കൊടുത്തതിന് ശേഷം
മഹാന്മാർ പറഞ്ഞു, നീ നിന്റെ ആ സ്വകാര്യ അവയവം കഴുകി വൃത്തിയാക്കണം. അവിടെ നീ പരുത്തി വെക്കണം. പരുത്തി വെച്ചാൽ മാത്രം പോരാ, എന്നിട്ടും നജസ് നിക്കണില്ലേ, അവിടെ ഒരു തുണിക്കഷ്ണം കൊണ്ട് പരുത്തി വെച്ച സ്ഥലം കെട്ടിവെക്കണം. അത് കഴിഞ്ഞിട്ടാണ് സുമ്മയത്തെ വല്ലവു. ആദ്യമല്ല ഉളു എടുക്കേണ്ടത്, ഇതാദ്യം ചെയ്തിട്ട് പിന്നെ ഉളു എടുക്കണം. പിന്നെ ഉളു എടുത്താലോ, ഉളു എടുത്തിട്ടല്ല ആയി. ഇനിയിപ്പോ അസർ ബാങ്ക് കൊടുക്കാൻ കുറെ നേരം ഉണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ കുറച്ച് ബെയ്ച്ചിട്ട് വരണേ, ബെയ്ച്ചിട്ട് നിസ്കരിക്കാം. ഉളുവല്ല അതിന്, ബാക്കിയല്ല അതിന് ആവാല, അതാകാ ആകാ ആകാ. പിന്നെ അവിടെ എന്താ ചെയ്യണ്ടേ? അവിടെ ഉളുവെടുത്ത ഉടനെ നിസ്കരിക്കണം. ഈ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഉളുവെടുത്ത ഉടനെ നിസ്കരിക്കണം. അങ്ങനെയാണ് നിയമം. എന്നിട്ടോ ഓരോ ഫർള് നിസ്കാരത്തിനും ഇതുപോലെ ചെയ്യണം. അടുത്ത അസർ നിസ്കാരത്തിന് വീണ്ടും കഴുകണം, വീണ്ടും അവിടെ വെച്ച് കെട്ടണം, വീണ്ടും വുളു എടുക്കണം, പിന്നെ അസർ നിസ്കരിക്കണം. മഗ്രിബ് ആകുമ്പോഴും വീണ്ടും ഈ പറഞ്ഞതെല്ലാം ആവർത്തിക്കണം. ഇത് ഇസ്ലാമിന്റെ ഫിഖ്ഹിന്റെ നിയമമാണ്. അല്ലാതെ നിസ്കരിച്ചിട്ട് വെറുതെ കണ്ണുകെട്ടിക്ക് കുറെ നിസ്കരിച്ചിട്ട് ആഖിറം രക്ഷപ്പെടുമെന്ന്, ഖബറിൽ രക്ഷപ്പെടുമെന്ന് ഒരു ഉമ്മയും തെറ്റിദ്ധരിക്കണ്ട, ഒരു സഹോദരിയും തെറ്റിദ്ധരിക്കണ്ട. മുൻകാലങ്ങളിൽ ജീവിച്ചു പോയ മഹദിമാരില്ലേ, സയ്യിദത്തുനാ ബീബി മുആദത്തുൽ അദവിയ്യ റളിയല്ലാഹു അൻഹാ, ആ മഹദിയുടെ ചരിത്രത്തിൽ കാണാം, പകല് ആയാൽ ഞങ്ങൾക്കിപ്പോ എന്തെങ്കിലും ഒരു വിശ്രമിക്കേണ്ട സമയം വന്ന ആണുങ്ങളെക്കാളും വീട്ടിൽ തിരക്ക് നിങ്ങൾക്കാ. ആണുങ്ങൾക്ക് തിരക്കിന്റെ ഒരു പെണ്ണുങ്ങന്മാര് അല്ലെ 24 മണിക്കൂർ അവർ അലർട്ടായിരിക്കണം പോരല് ഒക്കെ അല്ലേ അല്ലെ. ആണുങ്ങ എത്ര മണിക്കൂർ നിങ്ങൾക്ക് ജോബ്? 4 മണിക്കൂർ ഉസ്താദ്. ശമ്പളം എത്ര? ശമ്പളം ഇത്ര. അതിന്റെ ഇടയ്ക്ക് ഗിംബളം ഉണ്ട് ഉസ്താദ് ഒക്കെ. വേറെ ഒരുത്തൻ ഉസ്താദേ 10 മണിക്കൂർ ഡ്യൂട്ടി ഉസ്താദേ ഒക്കെ. എന്നാ ഞങ്ങളെ ഭാര്യമാർ അങ്ങനെയല്ല, ഈ ഇരിക്കുന്ന ഉമ്മ പെങ്ങന്മാർ അങ്ങനെയല്ല. ഓർക്ക് എത്ര മണിക്കൂർ ഡ്യൂട്ടി? എത്ര മണിക്കൂർ പറയും? നിങ്ങൾക്ക് പറയാൻ ബേജാറാന്നല്ലേ? കാരണം എന്താ, ഞങ്ങൾ ഓർക്ക് ശമ്പളം കൊടുക്കേണ്ടി വരുമെന്നല്ലേ, അവർക്ക് പൈസ കൊടുക്കേണ്ടി വരും. ചില ഭാര്യമാരൊക്കെ എന്റെ ഉമ്മ എന്നോട് തമാശ പറയും. എന്റെ ഉമ്മ എന്നോട് തമാശ പറയും. എന്താ തമാശ എന്നറിയോ? ഇതാ എന്റെ നാനെല്ലാം അടിച്ചിര അകല്ല ക്ലീൻ ആക്കിയേ, നോക്കാ പൈസ താ നോക്കാ. ഞാൻ ഉമ്മാനോട് പറയും, എന്തുമ്മ നിക്ക് പൈസ വേണമെങ്കിൽ നീ ഇങ്ങനെ കേക്കണം, അടിക്കണം. നീ എന്ത് അടിക്കോ പോയേ? അത് നന്റെ മോന്റെ അകല്ലേ എന്ന് പറയും. അങ്ങനെയാണ്, നന്റെ മോന്റെ അകല്ലേ മോനെ. അമ്മ എന്തിനാ മോന്റെ അക ഉമ്മ? മോണുക അക കിട്ടിയ ഉമ്മയുടെ ദുആടെ ബറക്കത്ത് കൊണ്ടല്ലേ. മോണുക സ്വന്തം ഒരു അക മോന്റെ കൈ കൊണ്ടിട്ട് മോന്റെ പൈസ കൊണ്ടിട്ട് ഒരു അകാക്കിയേ ഉമ്മയുടെ ദുആ കൊണ്ടല്ലേ അല്ലേ? മക്കളൊക്കെ പറയും എന്റെ പോരാ എന്റെ പോരാ. ആനാകരുത്. മക്കളോട് ഞാൻ പറയാണ്, ഉമ്മാനെ കാണിച്ചിട്ട് ബാപ്പാനെ കാണിച്ചിട്ട് പറയും ഇതാരെ പോരാൻ ചോദിക്കുമ്പോ ഓൻ പറയുന്നേ ബാലിന്റെ ഉസ്താദ് ബന്ദിനാവാ. ബാലിന്റെ ഉസ്താദ് വന്നപ്പോ ഉസ്താദ് ചോദിച്ചു ഇതാരെ പോരാ? ബാപ്പ അവിടെ ഉണ്ട്. മോൻ പറയുന്നേ എന്റെ പോരാ. നിന്റെ പോരാ? നിന്റെ പോരല്ല, നീ നിന്റെ അധ്വാനം കൊണ്ടുണ്ടാക്കിയ പൈസയാണെങ്കിൽ പോലും ബാലിന് വന്ന ഉസ്താദിനോട് പറയണം ഇതാരെ പോരാ? ബാപ്പാന്റെ. എന്താ കാരണം? ബാപ്പാന്റെ ദുആന്റെ ബറക്കത്ത് കൊണ്ട് കിട്ടിയ പൊരയാണത്. എല്ലാരും പൊരണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. എത്ര വലിയ വലിയ ആളുകളുണ്ട് ഇപ്പോഴും ഫ്ലാറ്റിൽ വാടക കൊടുത്തിട്ട് കഴിയുന്ന, സ്വന്തം പൊരാക്കാൻ കഴിഞ്ഞിട്ടില്ല. ചെറിയ പണമുള്ള ആളുകൾ തന്നെ വീടാക്കി കഴിഞ്ഞു. അതേ സമയത്ത് ഇത്രയും 24 മണിക്കൂറും തിരക്കിൽ കഴിയുന്ന ഉമ്മമാർ, നിങ്ങൾക്കൊരല്പം വിശ്രമം കിട്ടിയാൽ അപ്പ തുടങ്ങി എടുത്തതാ മൊബൈൽ എടുത്തു. ഏതോ ഒരു ഉസ്താദ് ഫ്ലൈറ്റിൽ പോകുന്ന വീഡിയോ പൊറൽ പെണ്ണിൽ ഇരുന്നിട്ട് നോക്കുന്നേ, എന്തിനാ അതിന് ലൈക്ക് അടിക്കുന്നേ, കമന്റ് അടിക്കുന്നേ. ഉമ്മ, ഏതെങ്കിലും ഒരു ഉസ്താദ് കപ്പലിൽ പോകുന്ന ഒരു വീഡിയോ അത് കണ്ടിട്ട് ലൈക്കും കമന്റും അടിച്ചത് കൊണ്ട് നിന്റെ ഖബറിൽ നിനക്ക് സ്വർഗം കിട്ടുന്നു, ആഖിറത്തിൽ രക്ഷപ്പെടുമെന്ന് ഒരു ഉമ്മയും തെറ്റിദ്ധരിക്കണ്ട. അതുകൊണ്ട് ഇതിനെല്ലാം ഒരു സമയം വെക്കണോ. എപ്പോഴും മൊബൈലിലൂടെ ആയുസ് ചെലവഴിച്ചാ പറ്റൂല. ഇതിനെല്ലാം ഒരു സമയം വെക്കണേ. ഞാൻ എന്റെ സംസാരം നിർത്തുന്നു. ഇന്നത്തെ ഈ മജ്‌ലിസിന് ആത്മീയമായ നേതൃത്വം നൽകാൻ ഞങ്ങളുടെ എല്ലാവരുടെയും ആത്മീയ നേതൃത്വമായ ശൈഖുനാ സൈനുൽ ഉലമാ ഉസ്താദ് അവരുകൾ വന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ,
അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ഞാനൊരു ചെറിയ സംഭവം പറഞ്ഞ് ഞാൻ എൻ്റെ ഇന്നത്തെ വഅദ് നിർത്തുന്നു. അതുകൊണ്ട് കിട്ടുന്ന സമയം മൊബൈലിന്റെ പിന്നാലെ പോയിട്ട് കൊല്ലണ്ട, മൊബൈലിന്റെ പിന്നിൽ കൂടുതൽ പോകണ്ട. നല്ലതിനാണെങ്കിൽ പോലും ഇത് വിഷമാണ് കേട്ടോ. അത് സമയം നിശ്ചയിച്ചിട്ടല്ലാതെ ഉപയോഗിക്കണ്ട. മുആദത്തുൽ അദവിയ്യ റളിയല്ലാഹു അൻഹാ പകല് വന്നാൽ മഹദി പറയൂ, ഇതാണ് ഞാൻ മരിക്കുന്ന ദിവസം. ഇന്നത്തെ പകൽ ആര് മരിക്കും മരിക്കൂല എന്ന് പറയാൻ പറ്റോ? മഹദി അവിടുന്ന് പറയുകയാണ്, ഇത് ഞാൻ ഇന്ന് മരിക്കുന്ന ദിവസമാണ്. അങ്ങനെ പറഞ്ഞിട്ട് പിന്നീട് മഹദി രാത്രി വരെ ഉറങ്ങൂല. മരിക്കുന്ന പകലിൽ ഉറങ്ങാൻ തോന്നുമോ ഉമ്മമാരെ? പിന്നീട് രാത്രിയായാൽ മഹദി അവിടുന്ന് പറയുകയാണ്, ഹാദിഹി ലൈലത്തില്ലത്തി അമൂതു ഫീഹാ, ഇത് ഞാൻ മരിക്കുന്ന രാത്രിയാണ് ഈ രാത്രി. ഫലാ തനാമു ഹത്താ തുസ്ബിഹ, അങ്ങനെയായാൽ സുബ്ഹി വരെ ആ മഹദി ഉറങ്ങൂല. അതേ മരിക്കുന്ന രാത്രിയിൽ കിടന്നാൽ പോലും ഉറക്കം വരുമോ? ഇനി അഥവാ കുറെ അങ്ങ് ഇബാദത്തെടുക്കുന്നു, നിസ്കരിക്കുന്നു, കുറെ അങ്ങ് ദിക്ർ ചൊല്ലുന്നു, തസ്ബീഹ് ചൊല്ലുന്നു, ഒരൽപ്പം അങ്ങ് ഉറക്കം വന്നു പോയാൽ, ഉറക്കം വന്നാൽ അവിടെന്ന് പറയും, ഓ ശരീരമേ, എന്തിന് ഇപ്പൊ കിടക്കണോ? നിനക്ക് കിടക്കാൻ ദീർഘമായ സമയമുണ്ടല്ലോ. അത് ഖബറിലല്ലേ. ഉറുദുവിൽ ഒരു വാക്കുണ്ടല്ലോ, ജമീൻ കെ ഊപ്പർ കാം ജമീൻ കെ നീച്ചെ ആറാ, ഭൂമിയുടെ മുകളിൽ നന്നായി അധ്വാനിക്കണം, എന്നാൽ ഭൂമിയുടെ ചുവടെ 6 അടി മണ്ണിൻ ചുവട്ടിൽ നല്ല വിശ്രമം കിട്ടുമല്ലോ. ഞാൻ എന്റെ വാല് കേൾക്കുന്ന ഉമ്മമാരോട് എന്റെ ഇന്നത്തെ ഈ വാല് നിർത്തുമ്പോൾ എനിക്ക് പറയാനുള്ളത്, ആഖിറം സമ്പാദിക്കാൻ ശ്രദ്ധിക്കണേ ഉമ്മമാരെ. പരലോകം സമ്പാദിക്കാൻ ശ്രദ്ധിക്കണം. അതിന് ഇന്നത്തെ ഈ സദസ്സിൽ പരിശുദ്ധമാക്കപ്പെട്ട റജബ് മാസത്തിന്റെ 1-ാം ദിവസം ഇവിടുന്ന് പിരിയുമ്പോ വന്യരായ ഉസ്താദിന്റെ ശറഫാക്കപ്പെട്ട നാക്കിൽ നിന്ന് അവിടുന്ന് തരുന്ന പൊരുത്തം ഏറ്റുവാങ്ങി ദിക്ർ ചൊല്ലുന്ന തീരുമാനത്തോടെ, തസ്ബീഹ് ചൊല്ലുന്ന തീരുമാനത്തോടെ നിങ്ങൾക്ക് കിട്ടിയ കിറ്റിൽ അതേ ഒരു 7 കിതാബ് കാണുമല്ലോ. ആ 7 കിതാബിൽ ഹദ്ദാദ് റാത്തീബ് ഉണ്ടല്ലോ. ആ 7 കിതാബിൽ അതേ വിർദുൽ ലത്തീഫ് ഉണ്ടല്ലോ. അത് രണ്ടും ക്രോഡീകരിച്ചിട്ടുള്ളത് ഒരൊറ്റ മാനാണ്, അബ്ദുല്ലാഹി ഇബ്നു അലവിൽ ഹദ്ദാദ് അലവി റളിയല്ലാഹു അൻഹു. യമനിൽ പുത്തനാശയക്കാരുടെ ശല്യം വല്ലാതെ കൂടിയപ്പോ അന്ന് ഈമാനുള്ള ജനങ്ങളുടെ ഖൽബിൽ ഈമാൻ ഊട്ടി ഉറപ്പിക്കാൻ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു ക്രോഡീകരിച്ചതാണ് ഹദ്ദാദ് റാത്തീബ്. ആ 2 വിർദുകൾ ചൊല്ലുന്ന പൊരുത്തമാണ് ഇവിടുന്ന് ഒന്നരായ ഉസ്താദിന്റെ ശറഫാക്കപ്പെട്ട നാക്കിലൂടെ എനിക്കും നിങ്ങൾക്കും കിട്ടാൻ പോകുന്നത്. റബ്ബേ, അത് ഞങ്ങളുടെ ജീവിതത്തിൽ എന്നും മുടങ്ങാതെ മരണം വരെ പതിവാക്കി കൊണ്ടുപോകാൻ ഈ സദസ്സിൽ നിന്നൊരു തീരുമാനമെടുത്തു പോകുന്ന ഞങ്ങൾക്ക് തൗഫീഖ് ചെയ്യണേ അല്ലാഹ്. ഉമ്മമാരെ, കൈവിരൽ സാക്ഷി നിൽക്കുമല്ലോ. അതുകൊണ്ടാണ് തസ്ബീഹ് ചൊല്ലുന്നു ബിൽ അസ്വാബിഇ, വിരലുകളെ കൊണ്ട് തസ്ബീഹ് ചൊല്ലുന്നു. ഇനി തസ്ബീഹ് മാല ഉണ്ടെങ്കിൽ തന്നെ ആ മാല ഇങ്ങനെ, മാലയിലെ ഓരോ മണികൾ വിരൽ ഉപയോഗിച്ചിങ്ങനെ മുറിക്കുന്നു. ഇത് ആഖിറത്തിൽ നമ്മുടെ കൈവിരലുകൾ നമുക്ക് ഗുണമായി സാക്ഷി നിൽക്കാൻ വഴിയൊരുക്കുന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു മഹാനവരുകൾ എല്ലാ
എല്ലാ ദിവസവും 12,000 തസ്ബീഹ് ചൊല്ലാനുണ്ടായിരുന്നു. എന്തിനാണ് നിങ്ങൾ അത്രയും തസ്ബീഹ് ചൊല്ലുന്നതെന്ന് ചോദിച്ചപ്പോ ഇബ്നു ഹജർ തങ്ങളെ അൽ ഇസ്വാബ ഫി തമ്മീസ് സ്വഹാബയിൽ കാണാം. അബൂ ഹുറൈറ തങ്ങൾ പറഞ്ഞ മറുപടി ഇക്രിമ റളിയല്ലാഹു അൻഹു പരിചയപ്പെടുത്തുകയാണ്. ഉസബ്ബിഹു ബിഖദ്രി ദംബി, എന്റെ പാപത്തിന്റെ എണ്ണമനുസരിച്ച് ഞാനങ്ങ് തസ്ബീഹ് ചൊല്ലുകയാണ്. ഇതിന്റെ അർത്ഥം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു എല്ലാ ദിവസവും 12,000 തെറ്റ് ചെയ്തു എന്നാണോ? അത് ഒരു മുഅ്മിനത്തായ ഉമ്മക്ക് അംഗീകരിക്കാൻ പറ്റോ? ഇല്ല ഇല്ല. അവരെല്ലാം തെറ്റുകളിൽ നിന്ന് മാറി നിന്നവരല്ലേ. എന്നിട്ട് പോലും അവരുടെ വിനയം കണ്ടോ? അവരുടെ ആഖിറം രക്ഷപ്പെടാൻ 12,000 തസ്ബീഹ് ചൊല്ലുന്നു. അബൂ ദർദാ റളിയല്ലാഹു അൻഹു ദിക്ർ ചൊല്ലി 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 ക്ഷീണം തീരെയില്ലാത്ത മഹാനാണ്. മഹാനവരുകളുടെ അരികിൽ വന്നിട്ട് ചോദിച്ചു, നിങ്ങൾ ഓരോ ദിവസം എത്രയാണ് തസ്ബീഹ് ചൊല്ലുന്നത്? മഹാനവരുകൾ പറയാണ്, ഓരോ ദിവസം 1,00,000 തസ്ബീഹ് ചൊല്ലുന്നു. എന്നിട്ട് മഹാനവരുകൾ പറയാണ്, ഇല്ല അൻ തുഖ്തി അൽ അസാബിഉ, ചിലപ്പോൾ വിരൽ കൊണ്ട് വെച്ച എണ്ണം ചിലപ്പോൾ മാറിപ്പോകും, അല്ലാതെ ഏകദേശം 1,00,000 തസ്ബീഹ് എന്നും അങ്ങ് ചൊല്ലുന്നു. ഉമ്മമാരെ, വീട്ടിൽ അടുക്കളയിൽ അടുപ്പുകാരിൽ സൊറയെടുക്കുമ്പോ, ജോലി ചെയ്യുമ്പോൾ, പണിയെടുക്കുമ്പോൾ അവിടെ നിങ്ങൾക്ക് വെറുതെ ഗീബത്തും ഫിത്നയും നമീമത്തും വെറുതെ ഇങ്ങനെ മൊബൈലിൽ സമയം നഷ്ടപ്പെടുത്തുന്നതിനേക്കാൾ അവിടെ നിങ്ങൾക്ക് നിങ്ങളെ ചുണ്ടുകൾ മന്ത്രിച്ചിട്ട് നിങ്ങളെ നാവ് കൊണ്ട് നിങ്ങൾക്ക് ദിക്ർ ചൊല്ലിക്കൂടെ, തസ്ബീഹ് ചൊല്ലിക്കൂടെ? അഹ്മദ് ഇബ്നു ഹർബ് റളിയല്ലാഹു അൻഹു മഹാനവരുകൾ ബാർബറിന്റെ മുന്നിൽ പോയി ഇരുന്നാൽ താടി മീശ ഒപ്പിക്കാനും തലമുടി ഒപ്പിക്കാൻ പോവാണ്. ആ ബാർബറിന്റെ മുന്നിലെത്തിയാലും അവിടെ ഇരിക്കുമ്പോ മഹാനവരുകൾ തസ്ബീഹ് ചൊല്ലുന്നു. ഹാഫിദുൽ ദഹബിയുടെ സിയറു അലാമിൻ നുബലായിൽ കാണാം. അപ്പൊ ബാർബർ പറയാണ്, ഉസ്കുത് സഅതൻ. അപ്പൊ ബാർബർ പറയാണ് മഹാനോട്, കുറച്ചു നേരം മിണ്ടാതിരിക്കുക, എപ്പോഴും തസ്ബീഹ് ചൊല്ലുന്നല്ലേ, ഇപ്പൊ കുറച്ചു നേരം മിണ്ടാതിരിക്കുക. നിങ്ങളിങ്ങനെ തസ്ബീഹ് ചൊല്ലിയാൽ ഞാൻ നിങ്ങളെ ഈ മീശ ഇങ്ങനെ ഒപ്പിച്ചു തരുമ്പോ ചിലപ്പോ ചുണ്ടുക്ക് മുറിയായി പോകും, അതുകൊണ്ട് കുറച്ച് മിണ്ടാതിരിക്കുക എന്ന് പറയുമ്പോ അഹ്മദ് ഇബ്നു ഹർബ് റളിയല്ലാഹു അൻഹു പറയാണ്, യഅമൽ അൻത അമലക, നിങ്ങളെ പണി എന്താണ്? എന്റെ മുടിയൊപ്പിക്കലല്ലേ, നിങ്ങൾ പണിയെടുത്തോളൂ, എന്റെ പണി തസ്ബീഹ് ചൊല്ലലാ, ഞാൻ തസ്ബീഹ് ചൊല്ലിക്കോളാം. എന്നിട്ട് ഇങ്ങനെ തസ്ബീഹ് ചൊല്ലുമ്പോ ഇയാൾ ഇങ്ങനെ താടി ഒപ്പിച്ചു കൊടുക്കുമ്പോ, ബാർബർ മുടിയൊപ്പിച്ചു കൊടുക്കുമ്പോ ചിലപ്പോൾ മുറിവായി പോകും. മഹാനവരുകൾക്ക് മഹാനവരുകൾക്ക് അത് അറിയുന്നേ ഇല്ല. ഗായായിട്ടും അറിയുന്നില്ല, വേദനയായിട്ടും അറിയുന്നില്ല. കാരണം തസ്ബീഹ് തന്നെ. അങ്ങനെ എപ്പോഴും തസ്ബീഹ് ചൊല്ലുന്നവരായി ആഖിറം സമ്പാദിക്കുന്ന ഉമ്മമാരായി എന്റെ ഈ സദസ്സിലുള്ള ഉമ്മമാർ ഇന്നത്തെ സദസ്സിൽ നിന്നൊരു തീരുമാനമെടുക്കണമെന്ന് മാത്രം ഈ വൈകിയ വേളയിൽ ഓർമ്മപ്പെടുത്തി ഞാൻ എന്റെ ഇന്നത്തെ വാദം നിർത്തുന്നു. അർഹമുർ റഹീമീനായ റബ്ബേ, സാധുക്കളായ നീ ഞങ്ങൾക്കതിന് തൗഫീഖ് ചെയ്യണം റഹ്മാനേ. ഈ പരിശുദ്ധമാക്കപ്പെട്ട മാസം റജബിന്റെ 1-ാം ദിവസം ഈ സ്ഥാപനത്തിന്റെ മുറ്റത്ത് ഒന്നരായ ഞങ്ങളുടെ എല്ലാമായ ശൈഖുനാ സൈനുൽ ഉലമാ ഉസ്താദിന്റെ ദർബാറിൽ ഞങ്ങൾ ഈ ഒരുമിച്ചു കൂടിയത് നാളെ പരലോകത്ത് നിന്റെ ഹബീബായ റഹ്മത്തുൽ ലിൽ ആലമീൻ സയ്യിദുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ലിവാഉൽ ഹംദ് എന്ന കൊടിക്കീഴിൽ ഒരുമിച്ച് കൂടാൻ നീ കാരണമാക്കണേ അല്ലാഹ്. ഉമ്മമാരെ, ഇന്ന് ഞങ്ങളെല്ലാവരും ഒന്നരായ മാണി ഉസ്താദിന്റെ ദർബാറിൽ ഈ മഹത്തായ സ്ഥാപനത്തിന്റെ മുറ്റത്ത് ഈ കാണുന്ന പന്തലിന്റെ ചുവട്ടിൽ ഞങ്ങൾ എല്ലാവരും ഇരിക്കുകയാണ്. ഇതിനേക്കാൾ വിശാലമായ ഒരു പന്തലുണ്ട് ആഖിറത്തില്. ഒരു മറയുണ്ട്, ഒരു കൊടിയുണ്ട്, ലിവാഉൽ ഹംദ് എന്ന കൊടിയാണ്. ആ കൊടി കയ്യിൽ പിടിക്കുന്നത് ആരാന്നറിയോ?
ഞങ്ങളെ നേതാവായ റഹ്മത്തുൽ ലിൽ ആലമീൻ സയ്യിദുൽ വറാ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് ആ നേതാവിന്റെ കൊടിക്കീഴിൽ ഈ പന്തലിൽ ഒരുമിച്ച് കൂടിയ ഞങ്ങളെ എല്ലാവരെയും, ഞങ്ങളെ ഉമ്മ ബാപ്പന്മാര്, ഞങ്ങളെ ഉസ്താദുമാര്, ഞങ്ങളെ ഭാര്യ സന്താനങ്ങള്, ശിഷ്യഗണങ്ങള്, ഈ സ്ഥാപനത്തിന്റെ സഹായികള്, സഹകാരികൾ, പ്രത്യേകിച്ചിട്ട് ഇന്ന് ഏറ്റവും കൂടുതൽ കേന്ദ്രീകരിച്ചിട്ടുള്ള പ്രിയപ്പെട്ട ഉമ്മമാര്, സഹോദരിമാര്, ആ ഭാഗത്ത് ആ നിയന്ത്രിക്കുന്ന വളണ്ടിയർമാരായ എന്റെ അനുജത്തിമാര്, പെൺകുട്ടികൾ, അല്ലാഹുവേ, അതുപോലെ ഒരുമിച്ച് കൂടിയ പുരുഷന്മാര്, ഉസ്താദുമാര്, അല്ലാഹുവേ, എല്ലാവർക്കും നീ തൗഫീഖ് ചെയ്യണേ അല്ലാഹ്. താങ്ങാൻ കഴിയാത്ത മാരകമായ ഒരു രോഗവും നീ ഞങ്ങൾക്കാർക്കും നൽകല്ലേ അല്ലാഹ്. ഞങ്ങളെ നീ കിടന്ന കടത്തത്തിലാക്കല്ലേ അല്ലാഹ്. ക്യാൻസറോ ട്യൂമറോ നൽകല്ലേ അല്ലാഹ്. അവസാന സമയം വരെ നല്ല ആരോഗ്യത്തോടെയുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. ജീവിക്കുന്ന കാലത്തോളം ഇസ്സത്തോടെ ജീവിച്ച് അവസാനം പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് നീ ഞങ്ങളെ സലാമത്താക്കി അവസാനം ഒരു ഖൈറായ സമയത്ത്, ഒരു ഖൈറായ സ്ഥലത്ത് ബീവി നഫീസ റളിയല്ലാഹു അൻഹാ മക്കയിൽ ജനിച്ചല്ലോ. മക്കയിൽ ജനിച്ച് മദീനയിൽ അങ്ങ് വളർന്നു. ആ മദീനയിൽ ഇബാദത്തിലായി, പരിത്യാഗത്തിലായി വളർന്ന് പകലിൽ ഫുള്ളായി നോമ്പ് നോറ്റു, രാത്രി ഫുള്ളായി നിസ്കരിച്ചു. ഇസ്ഹാഖുൽ മുഅ്തമിൻ റളിയല്ലാഹു അൻഹു എന്ന ഒരു വലിയ മഹാനെ ഭർത്താവായി സ്വീകരിച്ചു. അവിടുന്നതാ ഖാസിം എന്ന മകൻ, ഉമ്മു കുൽസൂം എന്ന മകൾ, ആ മക്കൾക്ക് ജന്മം നൽകി. എന്നിട്ടോ മിസ്രിൽ വലിയ ആത്മീയ നേതൃത്വമായി വിരാജിച്ചു. അവസാനം അതേ മരണം ആസന്നമാവുകയാണ്. അതേ റമളാനിൽ മരണം ആസന്നമായി. എല്ലാരും വന്നിട്ട് നോമ്പ് മുറിക്കാൻ നിർബന്ധിപ്പിച്ചു. ഉടനെ നഫീസ ബിബി പറഞ്ഞു, എന്ത് അത്ഭുതം, കഴിഞ്ഞ 30 വർഷക്കാലങ്ങളിലായി അസ്അലുല്ലാഹ അൻ അൽഖാഹു വ അന സായിമാ, ഞാനൊരു നോമ്പുകാരനായി എനിക്ക് എന്റെ റബ്ബിനെ കണ്ടുമുട്ടണം എന്ന് ഞാൻ അല്ലാഹുവിനോട് ചോദിക്കാൻ തുടങ്ങിയിട്ട് 30 കൊല്ലങ്ങളായി. അങ്ങനെയുള്ള നഫീസയോടാണോ റളിയല്ലാഹു അൻഹാ നിങ്ങൾ ഈ നോമ്പ് മുറിക്കാൻ പറയണത്? ഇല്ല, ഉഫ്തിറുൽ ആൻ, ഇപ്പൊ ഞാൻ എന്റെ നോമ്പ് മുറിക്കുകയാണോ? ഹാദാ ലാ യകൂൻ, ഇത് നടക്കാൻ പോണ സംഗതിയല്ല എന്ന് പറഞ്ഞിട്ട് ആ മഹദി അവിടുന്ന് മുസ്ഹഫിൽ കയ്യിലെടുത്തു. ثم قرأت سورة الأنعام, അൻആം സൂറത്ത് അങ്ങ് ഓതുകയാണ്. فلما وصلت إلى قوله تعالى لهم دار السلام عند ربهم എന്ന അൻആം സൂറത്തിന്റെ 127ാമത്തെ ആയത്ത് എത്തുമ്പോൾ ലഹും ദാറുസ്സലാമി ഇൻദ റബ്ബിഹിം, നല്ലവരായ ആളുകൾക്ക് അല്ലാഹുവിന്റെ അരികിൽ സമാധാനത്തിന്റെ കേന്ദ്രമുണ്ട്, രക്ഷപ്പെടുന്ന കേന്ദ്രമുണ്ട്, സ്വർഗമുണ്ട് എന്ന ആയത്ത് എത്തിയപ്പോഴേക്ക് മാത്തത്ത് നഫീസ ബീവി ലോകത്തോട് വിട പറഞ്ഞു പോയില്ലേ. പരിശുദ്ധ റമളാൻ മാസത്തിൽ നോമ്പോടുകൂടെ മരിക്കുന്ന ഭാഗ്യം അതിനു മുമ്പായി സ്വന്തം കൈകൊണ്ട് ഖബറ് കുഴിച്ചില്ലേ, ആ ഖബറിൽ ഇറങ്ങി നിസ്കരിച്ചില്ലേ, വഖറഅത് ഫീഹി, ആ ഖബറിൽ വെച്ച് എത്രയോ ഖുർആൻ ഓതിയില്ലേ. എണ്ണത്തിൽ പല പണ്ഡിതന്മാർ അഭിപ്രായ വ്യത്യാസം രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലോ അതേ 6000-ഓളം ഖത്മകൾ ഓതിയിട്ടുണ്ട് എന്ന് വരെ പറഞ്ഞ പണ്ഡിതന്മാരുണ്ടല്ലോ. 6000 ഖത്മ, 6000 ഖത്മകളാണ് സ്വന്തം കൈ കൊണ്ട് കുഴിച്ച ഖബറിൽ അങ്ങ് ഇറങ്ങിയിട്ട് ആ ഖബറിൽ ഓതി തീർത്തു.
നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക്, ആ ഖബറിൽ ഓതി തീർത്തതാണ്. എന്നിട്ട് മഹദി അങ്ങ് വഫാത്തായപ്പോ ആ മയ്യത്തിന്റെ അരികിൽ വരാൻ എന്തൊരു തിരക്കാ. ഒരു പെണ്ണായിട്ട് മരിച്ചാൽ എങ്ങനെ മരിക്കണോ എന്ന് കാണിച്ചു തന്ന മഹദിയല്ലേ. നിങ്ങളെപ്പോലെ കല്യാണം കഴിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് മക്കളായതുപോലെ മക്കളുമായിട്ടുണ്ട്, നിങ്ങൾ ജനിച്ചതുപോലെ ജനിച്ചിട്ടുണ്ട്, നിങ്ങൾ വളർന്നതുപോലെ വളർന്നിട്ടുണ്ട്. എന്നാലോ കൽബിൽ അല്ലാഹനെ പേടിച്ച് ജീവിച്ചു, റബ്ബിന്റെ പൊരുത്തത്തിലല്ലാതെ ജീവിച്ചില്ല. അല്ലാഹന്റെ പൊരുത്തമില്ലാത്ത ഒരു സംഗതിയും ആ ജീവിതത്തിൽ വന്നില്ല. ഇങ്ങനെയെല്ലാം ചെയ്ത് അവസാനം വഫാത്തായപ്പോ പല നാടുകളിൽ നിന്നും മഹദിയുടെ മയ്യത്തിന്റെ അരികിൽ വരാൻ ആളുകൾ തിക്കും തിരക്കും കൂട്ടിയല്ലോ. അന്നത്തെ ദിവസം അവര് വിളക്ക് കത്തിച്ചല്ലോ. ചരിത്രത്തിൽ കാണാം, വസുമിഅൽ ബുകാഉ മിൻ കുല്ലി ദാരിൻ ബിമിസ്ർ. മിസ്രിലെ എല്ലാ വീട്ടിൽ നിന്നും കരയുന്ന ശബ്ദം കേട്ടുപോയി. ഉമ്മാ, നിങ്ങൾ ഇതുപോലെ മരിച്ചാൽ നിങ്ങളെ മരണവാർത്ത കേട്ട് പല വീടുകളിലും കരച്ചിലുണ്ടാവും. അല്ലെങ്കിലോ എന്റെ വീട്ടിൽ നിന്ന് മാത്രം കരയാൻ ആളുകളുണ്ടാകും. അയൽ വീട്ടിൽ പോലും എന്റെ മരണം ഓർത്ത് കരയുന്നവരില്ല. സ്വാലിഹീങ്ങളെ മരണം കേട്ടാൽ കരയുന്നത് നല്ലതാണെന്ന് പോലും. കാരണം അവരങ്ങ് നഷ്ടപ്പെട്ടു പോയില്ലേ, ആ തണല് മുറിഞ്ഞു പോയില്ലേ, ആ വൃക്ഷം മുറിഞ്ഞു പോയില്ലേ എന്ന് ഓർത്തിട്ട് കരയുന്നത് പോലും നല്ലതാണെന്ന് ഫിഖ്ഹിന്റെ ഇമാമിങ്ങളെ കിതാബിൽ എഴുതി വെച്ചില്ലേ. നഫീസ ബീവി വഫാത്തായാൽ മിസ്രിലെ എല്ലാ വീടുകളിൽ നിന്നും കരച്ചിൽ വന്നു. അങ്ങനെയുള്ള ഒരു നല്ല മരണം സാധുക്കളായ ഞങ്ങൾക്കെല്ലാവർക്കും, പ്രത്യേകിച്ച് ഈ സദസ്സിൽ ശൈഖുനാ സൈനുൽ ഉലമാ മാണി ഉസ്താദ് ഒരു വിളിയങ്ങ് വിളിച്ചപ്പോഴേക്ക് ഇത്രയും നേരം ഈ പകല് സമയം, അതും എന്നെ പോലെയല്ല, അതേ കുപ്പായം ധരിച്ച് അതിന്റെ മേൽ പർദ്ദ ധരിച്ച്, പാപമാണ് അവരുടെ സഹായം കൊണ്ടാണ്, വേറൊരു വ്യാഖ്യാനമൊന്നുമില്ല.